നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശാസ്ത്രീയ പ്രവേശന വിഷയം വിവാദമായ സാഹചര്യത്തിൽ സംസ്ഥാന ആരോഗ്യമന്ത്രി ശ്രീമതി കെ ശൈലജ ടീച്ചറാണ് ഇന്ന് അതിഥി. സ്വാഗതം. നമസ്കാരം. സംസ്ഥാനത്തെ മെഡിക്കൽ പ്രവേശനം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഫീസ് വർധനയോടുകൂടിയാണ് ഇത്തവണത്തെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിലെ പ്രവേശനം എന്നുള്ളത് സർക്കാരിന് അഭിമാനകരമാണോ? ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഫീസ് വർധനവെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ 23 സ്വാശ്രയ മെഡിക്കൽ കോളേജുകളാണ് ഇപ്പോൾ അംഗീകാരം കിട്ടിയത് ഉള്ളത്. അതിൽ 20 കോളേജുകൾ സർക്കാരുമായിട്ട് കരാർ ഒപ്പിട്ട കോളേജുകളാണ്. 3 കോളേജുകൾ സർക്കാർ ആഗ്രഹിച്ചിട്ടും സർക്കാരുമായിട്ട് യോജിക്കുന്നതിനോ കരാർ ഒപ്പിടുന്നതിനോ തയ്യാറായില്ല. സർക്കാരുമായി യോജിപ്പ് പ്രകടിപ്പിക്കാതെ വെളിയിൽ നിന്ന് സ്വമേധയാ അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുള്ള കോളേജുകളിലാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇത്രയും വലിയ ഫീസ് വർധനവുണ്ടായിട്ടുള്ളത്. എന്നാൽ സർക്കാരുമായിട്ട് 20 കോളേജുകൾ ധാരണയായി എന്നുള്ളത് കൊണ്ട് തന്നെ ഇത്തവണ ചരിത്രത്തിലാദ്യമായിട്ട് ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ മെറിറ്റ് സീറ്റ് വർധനവാണ് ഉണ്ടായത്. അതായത് 25,000 രൂപയ്ക്കും 2.5 ലക്ഷം രൂപക്കും പഠിക്കാൻ കഴിയുന്ന കുട്ടികളുടെ എണ്ണം ഇത് ഇരട്ടിയായിട്ട് വർദ്ധിച്ചു ഇത്തവണ എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം, മെറിറ്റ് സീറ്റുകളിൽ 30% മെറിറ്റ് സീറ്റുകളിൽ 65,000 രൂപ ഫീസ് വർധന വന്നു. മാനേജ്മെൻറ്റ് സീറ്റുകളിൽ 2.5 ലക്ഷം രൂപ ഫീസ് വർദ്ധിപ്പിച്ചു. NRI സീറ്റുകളിലും 2.5 ലക്ഷം രൂപ ഫീസ് വർദ്ധിപ്പിച്ചു. മെറിറ്റ് സീറ്റുകളുടെ കാര്യം മാത്രമെടുത്താൽ കഴിഞ്ഞ സർക്കാർ 5 വർഷം കൊണ്ട് വരുത്തിയ വർധനവിനേക്കാൾ അധികമാണ് ഈ സർക്കാർ ഒരൊറ്റ വർഷം കൊണ്ട് വരുത്തിയ വർധന. അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു സമീപനമാണ്. ഇത്തവണ ഒരു പുതിയ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്, കഴിഞ്ഞ വർഷത്തെ സാഹചര്യമല്ല. നമുക്ക് പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷവും സ്വാശ്രയ അഡ്മിഷൻ നടക്കുന്നതിന് മുമ്പേ ഇത്തരത്തിലുള്ളൊരു ചർച്ച നടത്തുന്നു എന്നുള്ളതാണ്. നിയതമായിട്ടുള്ളൊരു തീരുമാനം ഈ സ്വാശ്രയ കോളേജുകളുടെ കാര്യത്തിൽ ഉണ്ടാക്കി വെക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ സ്വാശ്രയ മാനേജ്മെൻറ്റിന് അനുകൂലമായിട്ട് പലപ്പോഴും കോടതി വിധികൾ വന്നിട്ടുണ്ട്. പിന്നെ ഗവൺമെൻറ് എന്ത് സമീപനം സ്വീകരിക്കുന്നു? കർശനമായ സമീപനം സ്വീകരിച്ചാൽ സ്വാശ്രയ സീറ്റുകൾ, സ്വാശ്രയ എന്ന് പറയുന്നത് മാനേജ്മെൻറ്റിൻ്റെ കയ്യിലുള്ള കോളേജുകളാണ്. ആ കോളേജുകളിൽ സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ നിങ്ങളുടെ കോളേജ് പ്രവർത്തിക്കണമെങ്കിൽ സാധാരണക്കാരുടെ കുട്ടികൾക്ക് പഠിക്കാൻ ഇത്ര സീറ്റ് നിങ്ങൾ വിട്ടുതരണം. നിങ്ങൾ ഉയർന്ന ഫീസ് പണക്കാരോട് വാങ്ങുമ്പോൾ ആ കൂട്ടത്തിൽ അതിൽ നിന്ന് പാവപ്പെട്ട ഇത്ര കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാണ് സാമൂഹ്യനീതി ഉറപ്പുവരുത്തുന്നത്. പക്ഷേ ഈ തവണ കുറെ കൂടി അനുകൂലമായ സാഹചര്യം ഉണ്ടായിരുന്നില്ലേ? ഒന്ന്, മെയ് 2-ാം തീയതിയിലെ സുപ്രീം കോടതി വിധി അനുസരിച്ച് സംസ്ഥാന സർക്കാരുകൾക്ക് സ്വാശ്രയ കോളേജുകളുടെ പ്രവേശനത്തിൽ ചൂഷണം ഒഴിവാക്കാൻ ഇടപെടാൻ അധികാരം നൽകുന്നുണ്ട്. 1. 2, കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം തന്നെ സെൻട്രലൈസ്ഡ് കൗൺസിലിംഗിന് അനുസൃതമായി ഒരു സർക്കുലർ സംസ്ഥാന സർക്കാരുകൾക്ക് നൽകിയിട്ടുണ്ട്. മുൻപില്ലാതിരുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തെ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ഉപയോഗിച്ചില്ല? ഈ സാഹചര്യത്തെയാണ് സർക്കാർ ഏറ്റവും നന്നായിട്ട് ഉപയോഗിച്ചത്. മുൻപുള്ളതുപോലെ അനുകൂല സാഹചര്യമാണ് എന്ന് കരുതുന്നത് ഇത് മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഏറ്റവും അനുകൂലമായിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് മെറിറ്റ് അടിസ്ഥാനമാക്കി അഡ്മിഷൻ നടത്തണമെന്നുള്ള കാര്യമാണ്. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത്, സുപ്രീം കോടതി അലോട്ട്മെൻറ്റ് സെൻട്രലൈസ്ഡ് ആവണം എന്ന് പറയുന്നതിന് മുമ്പേ ആ അലോട്ട്മെൻറ്റ് അങ്ങനെ നടത്തൂ എന്ന് പറഞ്ഞത് കേരളത്തിലെ LDF ഗവൺമെൻറ്റാണ്, കേരളത്തിലെ ആരോഗ്യ വകുപ്പാണ്. പക്ഷേ നടപ്പായില്ല. പറയാം. അതല്ലേ നിങ്ങളെപ്പോലെയുള്ളവർ ആലോചിക്കേണ്ടത്, എന്തുകൊണ്ട് നടപ്പായില്ല എന്നുള്ളത്. ഒറ്റയടിക്ക് നടപ്പായില്ല എന്ന് പറഞ്ഞിട്ട് ജനങ്ങളുടെ മുമ്പാകെ തെറ്റായ സന്ദേശം ഇട്ട് കൊടുക്കേണ്ടവരാണോ നിങ്ങൾ? എന്തുകൊണ്ട് നടത്താപ്പയില്ല? പരിശോധിച്ചോ. ഞങ്ങൾ മാനേജ്മെൻറ്റിനെ വിളിച്ചിരുത്തി ഞാനാണ് ആ ഡിസ്കഷനിൽ പങ്കെടുത്തത്. അവരെ വിളിച്ചെടുത്ത് ചർച്ച നടത്തി ഞങ്ങൾ ഒരു മുഴുവൻ അലോട്ട്മെൻറ്റും ഞങ്ങൾ നടത്തും. അപ്പോൾ മാനേജ്മെൻറ്റ് പറഞ്ഞു അത് പറ്റില്ല, നിങ്ങൾക്ക് വിട്ടുതരാം, ഞങ്ങൾ 50% സീറ്റ് നിങ്ങൾ എടുക്കുന്നത് നിങ്ങൾ നടത്തുക, ബാക്കി 50%-ൽ ഞങ്ങൾ അലോട്ട്മെൻറ്റ് നടത്തുക, ഞങ്ങളുടെ അവകാശം. അപ്പോൾ മാനേജ്മെൻറ്റുകൾ സമ്മർദ്ദത്തിലായിരുന്നു. പക്ഷേ എന്നിട്ടും അവർക്ക് ഫീസ് വർദ്ധിപ്പിച്ച് നൽകേണ്ടി. ഞാൻ പറയുന്നത് കേൾക്കുക, ഏത് സമ്മർദ്ദത്തിൽ നിങ്ങളാരും പഠിക്കുന്നില്ല പ്രശ്നം. നിങ്ങൾ മുഴുവൻ പ്രശ്നവും പഠിച്ചിട്ടേ ഇത്തരം ചർച്ചയിൽ നിങ്ങൾ ചോദ്യം ചോദിക്കാവോ അഭിലാഷേ? മാനേജ്മെൻറ്റ് എങ്ങനെ സമ്മർദ്ദത്തിലായി? ഞാൻ പറഞ്ഞത് മുഴുവൻ അഭിലാഷ് കേട്ടോ. ഞങ്ങൾ അലോട്ട്മെൻറ്റ് നടത്തുമെന്ന് പറഞ്ഞപ്പോൾ മാനേജ്മെൻറ്റ് പ്രതിഷേധിച്ച് ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയി. എന്നിട്ട് അവർ കോടതിയിൽ പോയി, ഹൈക്കോടതിയിൽ കേസ് പൂർണ്ണമായി. ഞങ്ങളും കോടതിയിൽ പോയി, ഞങ്ങൾക്ക് മുഴുവൻ അലോട്ട്മെൻറ്റ് ഞങ്ങൾ നടത്തും. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഗൈഡ് ലൈൻസും ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ സഹായത്തിന്. സർക്കാർ മാനേജ്മെൻറ്റുകളെ ശക്തമായി പിടിച്ചു എന്നൊരു തോന്നൽ, ഒരു പ്രതീതി ഉണ്ടാക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പിടി ഉണ്ടായിരുന്നു? ഞാനിങ്ങനെ ചോദിക്കാൻ കാരണം, ഹൈക്കോടതിയിൽ സർക്കാർ ഇറക്കിയ ഉത്തരവ് റദ്ദാക്കപ്പെടുകയും മാനേജ്മെൻറ്റുകൾക്ക് അനുകൂലമായ വിധി വരികയും ചെയ്തു. സർക്കാരിന് കൃത്യമായി ആ കേസ് പ്രസന്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കേണ്ടതില്ല. ഈ കേസ് പ്രസന്റ് ചെയ്യാതെ കോടതിയിൽ പോയാൽ ഉയർന്ന ഫീസ് കിട്ടും എന്ന് മാനേജ്മെൻറ്റിനെ പഠിപ്പിച്ചതാരാ? നിങ്ങൾക്കെല്ലാം കഴിഞ്ഞ തവണ ഓർമ്മയുണ്ടായിട്ടുണ്ടാവും. കഴിഞ്ഞ തവണ സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള AG-യാണ് മാനേജ്മെൻറ്റിന് വേണ്ടി കേസ് വാദിക്കുന്നത്. എന്തുകൊണ്ട് സർക്കാർ കേന്ദ്രീകൃതമായ അലോട്ട്മെന്റ് നടത്താൻ തീരുമാനിച്ചു എന്ന് ഹൈക്കോടതി ചോദിക്കുകയാണ്. AG-ക്ക് സംസ്ഥാന സർക്കാരിന് എന്തുകൊണ്ട് എന്ന് വിശദീകരിക്കാൻ കഴിഞ്ഞോ? എന്തുകൊണ്ട് എന്ന് കോടതിയുടെ മുമ്പാകെ എന്തിനു വിശദീകരിക്കണം?
കേന്ദ്ര ഗവൺമെന്റിന് നിർദ്ദേശമുണ്ട്. അത് കോടതിയെ ബോധിപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ. കോടതി ബോധിപ്പിക്കാൻ കോടതിക്ക് അറിയാത്ത കാര്യമാണോ ഇത്? കോടതി എന്ന് പറയുന്നത് ഈ സമൂഹത്തിൽ നിന്നെല്ലാം ഒറ്റപ്പെട്ട ആകാശത്തിരിക്കുന്ന ഒരു സംരംഭമാണോ കോടതി? കോടതിക്ക് നന്നായിട്ട് കോടതി മുമ്പാകെ വസ്തുത ബോധിപ്പിച്ചു. ഞങ്ങളുടെ വക്കീൽ ഹാജരായി. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ തവണ ഈ ഫീസ് നിശ്ചയിച്ചത് 10 ലക്ഷം നിശ്ചയിക്കുമ്പോൾ കോടതി എന്താ പറഞ്ഞത്? ഇനാംദാർ കേസിലടക്കം കോടതി എന്താ പറഞ്ഞത്? ഞാൻ പറയട്ടെ, മാനേജ്മെന്റിന്റെ സ്ഥാപനത്തിന്റെ നടത്തിപ്പ് അവരുടേതാണ്. കാരണം കോടതിയുടെ കാഴ്ചപ്പാട്, എൻ്റെ കാഴ്ചപ്പാടല്ല. കാരണം ഇവിടെ ഗവൺമെന്റിന്റെ നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ മാനേജ്മെന്റ് പ്രവർത്തിച്ചുള്ളൂ എന്ന് വിശ്വസിക്കുന്ന നയത്തിന്റെ ഭാഗമാണ് ഞാൻ, LDF നയത്തിന്റെ. എന്നാൽ മാനേജ്മെന്റിന് തോന്നിയതുപോലെ ചെയ്യാം, ഇഷ്ടം പോലെ സ്വാശ്രയ കോളേജുകൾ അനുവദിക്കാം, ഇഷ്ടം പോലെ മാനേജ്മെന്റിനെ പ്രവർത്തിക്കാൻ അനുവദിക്കാമെന്ന് തീരുമാനിച്ച ഞങ്ങളല്ല. അതുകൊണ്ട് എവിടെയാണ് ഞങ്ങളെ പിടികൂടാൻ ഒരു പോയിന്റ് എന്ന് നോക്കി കോടതിയിൽ വാദിച്ചോ എന്ന് ചോദിക്കുന്നതിന് പകരം ഹൈക്കോടതിയിൽ തീരാഞ്ഞിട്ട് ഞങ്ങൾ സുപ്രീം കോടതി വരെ പോയോ എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. സുപ്രീം കോടതി പോയല്ലോ, കരുണാകരനെതിരെ പോയല്ലോ. ഈ കേസ് കേന്ദ്രീകൃത അലോട്ട്മെന്റുമായി സെപ്റ്റംബർ 30-നുള്ളിൽ അലോട്ട്മെന്റ് പ്രായോഗികത ആലോചിക്കണ്ടേ? നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ലൂപ്പ് ഹോളിൽ പിടിച്ചു നിൽക്കല്ല വേണ്ടത്. ഞങ്ങൾ തുറന്ന പുസ്തകമാണ്. ഞങ്ങൾ പറഞ്ഞു എന്തുകൊണ്ട്. ഞാനൊരു അഭിലാഷിനോട് ഞാനൊരു തിരിച്ചു ചോദിക്കാം. ഞങ്ങൾ അന്ന് കോടതിയിൽ പോയിരുന്നെങ്കിൽ 20 കോളേജുകൾക്കും കോടതിയിൽ പോകാൻ സമയം കൊടുക്കലല്ലേ അതിൻ്റെ അർത്ഥം? 20 കോളേജുകളും കണ്ണൂരും കരണിയും മേടിച്ച് ഉത്തരവ് വാങ്ങിക്കൊണ്ടുവന്നിട്ട് മുഴുവൻ സീറ്റിലും 10 ലക്ഷത്തിന് പഠിപ്പിക്കുന്നുള്ളേ. സർക്കാരിന്റെ ഒരു പ്രതീക്ഷയോ ആശങ്കയോ അല്ലേ? മധ്യപ്രദേശ് സർക്കാർ എന്താ ചെയ്തത്? അനുകൂലമായ വിധി സമ്പാദിച്ചു. ഞാൻ അഭിലാഷിനോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. മധ്യപ്രദേശ് സർക്കാരിന്റെ ഏതെങ്കിലും ഡിസ്കഷന്റെ ഭാഗമായി 25,000 പഠിക്കേണ്ടുന്ന കുട്ടികളുണ്ട് അവിടെ? ഇല്ല. ഞാൻ ചോദിക്കുന്നത് 2.5 എന്തായിരുന്നു വേണ്ടത് അഭിലാഷേ? അലോട്ട്മെന്റ് നമ്മൾ ഏറ്റെടുത്താൽ മാത്രം മതിയായിരുന്നോ? എങ്കിലൊക്കെ ഇവിടെ പ്രശ്നം എന്താ? നമ്മൾ തന്നെ അലോട്ട്മെന്റ് നടത്തുന്നു 10 ലക്ഷത്തിന്. എന്താ അതുകൊണ്ടൊരു മെറിറ്റ് ഉറപ്പാക്കാം. പക്ഷേ ഈ പാവപ്പെട്ട കുട്ടിക്ക് പഠിക്കാൻ 5 സീറ്റ് കിട്ടുമോ? ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യം മെറിറ്റ് ഉറപ്പാക്കുക എന്നതിൻ്റെ കൂടെ മാനേജ്മെൻറ്റിൻ്റെ സ്ഥാപനങ്ങളിൽ പാവപ്പെട്ടവരുടെ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിക്ക് 25,000 പഠിക്കാനുള്ള സീറ്റ് നിലനിർത്തുക. ഞാൻ അഭിലാഷിനോട് അത് ഒന്നുകൂടി ക്ലിയർ ചെയ്യണം. കാരണം ബഹുജനങ്ങൾ കേൾക്കുന്നതാണ്. മധ്യപ്രദേശ് പോയില്ലേ എന്ന് ചോദിക്കുമ്പം നിങ്ങൾ ഒരു കാര്യം അടിവരയിട്ട് പറയണം. മധ്യപ്രദേശ് ഗവൺമെൻറ് 25,000-നും 2.5 ലക്ഷത്തിനും പഠിക്കാനുള്ള കരാർ ഉണ്ടാക്കിയിട്ടില്ല. 8 ലക്ഷം മുതൽ 15 ലക്ഷം വരെയാണ് അവിടെ ഫീസ് വാങ്ങുന്നത്. ആ അലോട്ട്മെൻറ്റ് ആര് നടത്തണം എന്നാണ് പറഞ്ഞത്? ഗവൺമെൻറ് നടത്താന്നേ പറഞ്ഞു. ഞങ്ങളും ഇപ്പോൾ ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് നടത്തിയിട്ട് 8 ലക്ഷം മുതൽ 15 ലക്ഷം വരെ മുഴുവൻ സീറ്റിലും ഫീസ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഈ ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ എന്താ പറയുക? നിങ്ങൾ എന്തിനാ വെറുതെ കോടതിയിൽ പോയത്? നിങ്ങൾക്ക് മാനേജ്മെൻറ്റിനെ വിളിച്ചിരുത്തി നമ്മുടെ 25,000 സീറ്റ് ഇങ്ങോട്ട് വാങ്ങിക്കൂടായിരുന്നില്ലേ? നമ്മൾ കോടതിയിലെ കാര്യം പറഞ്ഞല്ലോ. മാനേജ്മെൻറ്റുകൾ അവിടെ ഇനാംദാർ കേസ് ഉദ്ധരിക്കുകയുണ്ടായി. 2005-ലാണ് കേസ്. അതിനു മുൻപുള്ള TMI പൈ കേസ് ഉദ്ധരിക്കുകയുണ്ടായി. അത് 2003-ലാണ്. ഇത്തരം കേസുകളൊക്കെ ഉദ്ധരിച്ചാണ് മാനേജ്മെന്റ് അവരുടെ വാദം അവതരിപ്പിച്ചത്. സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ചത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ്. അതിനൊക്കെ ശേഷം മോഡേൺ ഡെന്റൽ കോളേജ് വേഴ്സസ് മധ്യപ്രദേശ് ഗവൺമെന്റ് എന്ന കേസിൽ സുപ്രീം കോടതി ಖಂಡಿതമായി മെറിറ്റ് ഉറപ്പിക്കുന്ന ഒരു വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ്. അതാണ് ഏറ്റവും പുതിയ വിധി. 2005-ലെ വിധിയേക്കാൾ 2015-ലെ വിധി. ആ വിധിയിൽ ജസ്റ്റിസ് R ഭാനുമതി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എക്സ്പ്ലോയിറ്റേഷൻ എന്നാണ്, കമേഴ്ഷ്യലൈസേഷൻ എന്നാണ്. ഇവ തടയാൻ സംസ്ഥാന സർക്കാരുകൾക്ക് ഉചിതമായ നടപടി സ്വീകരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചൂഷണം തടയാൻ ഉചിതമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി ഫീസ് റെഗുലേറ്റ് ചെയ്യുന്നതും അതിൽ പെടുമല്ലോ. ആ വാദം എന്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഉന്നയിക്കപ്പെട്ടിട്ടില്ല? ആ വാദവും ഉന്നയിക്കപ്പെട്ടു. ഞാൻ പറയുന്നത് ഇനാംദാർ കേസ് മാത്രം, ഉണ്ണികൃഷ്ണൻ കേസ് മുതൽ ഇനാംദാർ കേസ് വരെ അതിനുശേഷം ഉണ്ടായിട്ടുള്ള കോടതി വിധികളിലും ആ വിധിപ്പകർക്ക് മുഴുവൻ വായിച്ചു നോക്കിയാൽ കോടതി ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്നത് മെറിറ്റോറിയസ് ആയിട്ടുള്ള അഡ്മിഷനാണ്. എവിടെ? മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിൽ. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ കോടതി എല്ലാ തവണയും പറയുന്ന ഒരു കാര്യം, ഇത് മാനേജ്മെൻറ്റ് സ്ഥാപനമാണ്, അതിൻ്റെ എല്ലാ അവകാശവും മാനേജർക്കാണ് കാര്യങ്ങൾ നിശ്ചയിക്കാൻ. സംസ്ഥാന സർക്കാർ ഇത് നിയന്ത്രിച്ച് അതിനകത്ത് മെറിറ്റും ഉറപ്പാക്കണം, ചൂഷണം എന്ന് വെച്ചാൽ ക്യാപിറ്റേഷൻ ഫീ വാങ്ങുന്നില്ല എന്ന ഉറപ്പും വരുത്തണം. മാത്രമല്ല സംസ്ഥാന സർക്കാരിന് ഇടപെടാം. എങ്ങനെ? ഫീ റെഗുലേറ്ററി കമ്മിറ്റികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. ഫീ റെഗുലേറ്ററി കമ്മിറ്റി കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫീസ് നിശ്ചയിക്കുമ്പോൾ അഭിലാഷ് ഇതെല്ലാം പഠിച്ചിട്ടല്ലേ എന്നോട് പറയുന്നത്? ഫ്രാങ്കായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ആ സീറ്റുകളിൽ 25,000 മെറിറ്റ് പറ്റില്ല. നമ്മുടെ ഫീ റെഗുലേറ്ററി കമ്മിറ്റി തന്നെ നേരത്തെ ഇപ്പം ഈ കേസിൽ കരുണയും കണ്ണൂരും കോടതിയിൽ പോയി 10 ലക്ഷം മേടിച്ച് വന്നപ്പോൾ സർക്കാർ ഇടപെട്ടിട്ട് ജെയിംസ് കമ്മിറ്റി എന്ത് ചെയ്തു? ജെയിംസ് കമ്മിറ്റി സർക്കാരിൻ്റെ ഭാഗമാണല്ലോ. ജെയിംസ് കമ്മിറ്റി ഫീസ് നിശ്ചയിച്ചു കൊടുത്തു. ആ ഫീസ് എത്രയായിരുന്നു?
4,40,000 കരുണയും കണ്ണൂരും അഡ്മിഷൻ നടത്താവൂ എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്തു. ആ നോട്ടീസും കൊണ്ട് നേരെ അവർ വീണ്ടും ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി എന്ത് ചെയ്തു അഭിലാഷേ? ആ എയിംസ് കമ്മിറ്റിയുടെ നോട്ടീസ് സെറ്റ് അസൈഡ് ചെയ്തിട്ട് 10 ലക്ഷം അവർ പറഞ്ഞിട്ടുള്ള ഫീസ് ഈടാക്കിക്കൊള്ളാൻ പറഞ്ഞു. ഇനി അറിയാനുള്ളത്, ഈ വർഷത്തേത് എന്തായാലും കഴിഞ്ഞുവല്ലോ. സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയിൽ സംസ്ഥാന സർക്കാരുകൾക്ക് നിയമനിർമ്മാണത്തിന്റെ സാധ്യതകൾ തുറന്നിടുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഫീസ് റെഗുലേറ്റ് ചെയ്യുന്നതും പ്രവേശനം കേന്ദ്രീകൃതമാക്കുന്നതും അടക്കമുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു സമഗ്ര നിയമനിർമ്മാണം മുൻപത്തേക്കാളേറെ ഇപ്പോൾ സാധ്യമാണ്. അപ്പോൾ അടുത്ത വർഷം ഈ കുഴപ്പങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു സമഗ്ര നിയമനിർമ്മാണം ഉണ്ടാകും. നിയമപരമായിട്ട് അത് കൈകാര്യം ചെയ്തേ മതിയാവും. എല്ലാ തവണയും ഈ അലോട്ട്മെൻറ്റിൻ്റെ തലേന്നാളെന്ന് പറഞ്ഞതുപോലെ അന്നേരത്തല്ലേ റിട്ട് വന്നാലല്ലേ നമുക്ക് ചർച്ച നടത്താൻ സൗകര്യമുള്ളൂ. അലോട്ട്മെൻറ്റിൻ്റെ തീയതിയെല്ലാം പ്രഖ്യാപിച്ചാലല്ലേ സൗകര്യമുള്ളൂ. ഇത് ഞാനിപ്പോൾ വന്ന് 4 മാസമേ ആയിട്ടുള്ളൂ ഞങ്ങളുടെ ഗവൺമെൻറ് വന്നിട്ട്. അപ്പോൾ അതിനിടയിൽ ഈ മെറിറ്റ് ലിസ്റ്റെല്ലാം വന്ന് അലോട്ട്മെൻറ്റിനെ കുറിച്ച് ആലോചിക്കാൻ ഞങ്ങൾക്ക് 1 മാസത്തെ സമയം മുഴുവൻ കിട്ടിയിട്ടില്ല. ഈ ചർച്ചയൊക്കെ നടത്താനും ഒക്കെ അത്രയും സമയം കിട്ടിയിട്ടുള്ളൂ. അതിനിടയിൽ ഒരു നിയമനിർമ്മാണമൊന്നും ആർക്കും സാധ്യമല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. പക്ഷേ ഞങ്ങൾ ആലോചിക്കുന്നത് കുറേയും കൂടി വ്യക്തമായിട്ടുള്ള ഗൈഡ് ലൈൻ ഉണ്ടാവണം. നമുക്ക് ഈ പ്രതിപക്ഷത്തിൻ്റെ സമരത്തെക്കുറിച്ച് കൂടി സംസാരിച്ചാൽ, സമരത്തെ തുടർന്ന് ഉണ്ടായ സാഹചര്യത്തിൽ മാനേജ്മെൻറ്റുകളിലെ ഒരു വിഭാഗം ഫീസ് കുറയ്ക്കാൻ സന്നദ്ധത പരസ്യമായി പ്രകടിപ്പിച്ചു. അതിനുശേഷം മാനേജ്മെൻറ്റുകളുടെ യോഗം ചേർന്ന് ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നാൽ സ്കോളർഷിപ്പ് എന്നുള്ള രൂപത്തിലേക്ക് നമുക്ക് ഫീസ് ഇളവ് നൽകാം എന്നൊരു ആലോചന വന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ സർക്കാരുമായി ഒരു ചർച്ച നടത്തിയതിന് ശേഷം അവരതിൽ നിന്ന് പിന്നോട്ട് പോയി. ഫീസ് കുറയ്ക്കാൻ സർക്കാരിന് താല്പര്യമുണ്ടായിരുന്നില്ലേ? നിങ്ങൾ ഈ ചർച്ചേൻ്റെയും എല്ലാ കാര്യങ്ങളും വസ്തുതാപരമായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടത്. എന്താ സംഭവിച്ചത്? ഈ മാനേജ്മെൻറ്റിനോട് ഞങ്ങളുടെ വാക്കുകൾക്കൊരു ക്രെഡിബിലിറ്റി ഇല്ല. ഞങ്ങളുടെ വാക്കുകൾക്കൊരു എന്താ പറയേണ്ടത്, അതിനൊരു മര്യാദയും അംഗീകാരവും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ പറയുന്നത് ഷാഠ്യല്ല ഇത്, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞങ്ങൾക്ക് പറയുന്നതിനൊന്നും മടിയില്ല. ഞങ്ങൾ ഈ മാനേജ്മെൻറ്റിനോട് പലതവണ ചർച്ച ചെയ്തിട്ടാണ് 2.5 ലക്ഷത്തിലെത്തിച്ചത്. പിന്നെ കുറക്കാൻ വിടുമെന്ന് ചോദിച്ചാൽ കുറച്ചാൽ 5 പൈസ പോലും കുറച്ചാൽ സന്തോഷമാണ്. ഞങ്ങൾ കുറക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ദിവസങ്ങൾ അത്രയും മെനക്കെട്ടത്, ചർച്ച നടത്തിയത്, കൂട്ടാനല്ലല്ലോ. ഞങ്ങളോട് ഒരു മാനേജ്മെൻറ്റും പറഞ്ഞിട്ടില്ല ഫീസ് കുറച്ച് തരാമെന്ന്. അപ്പോൾ അവിടെ വന്ന് പ്രതിപക്ഷ നേതാവും ഉമ്മൻചാണ്ടിയും പറയുന്നത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഗവൺമെൻറ് വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അവരുടെ മുമ്പ് ഒരു നിർദ്ദേശം വെക്കാൻ താല്പര്യമുണ്ടെന്ന് ആര് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്? മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓ ആയിക്കോട്ടെ, അവർ വന്നിട്ട് നിർദ്ദേശം പറഞ്ഞോട്ടെ. ഞങ്ങൾ അങ്ങോട്ട് നിർദ്ദേശം വെക്കലല്ലോ, അവരിങ്ങോട്ട് നിർദ്ദേശം വെക്കുമെന്ന് മാനേജ്മെന്റുമായിട്ട് ഞങ്ങളല്ല. ഞങ്ങൾ പിന്നെ അവർക്ക് നിർദ്ദേശം വെക്കാൻ ഒരു സാഹചര്യം പോലും ഉണ്ടായില്ല. ആര് പറഞ്ഞു? ഞാൻ ആ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. എന്തോ ഒരു തെറ്റായ പ്രചരണം നിങ്ങളൊക്കെ നടത്തിയത്. പക്ഷേ മാനേജ്മെന്റുകൾ അതിനുശേഷം പുറത്തു വന്ന് പറഞ്ഞത് ഇങ്ങോട്ടും ഒരു നിർദ്ദേശം വെച്ചിട്ടില്ല, അങ്ങോട്ടും ഒരു നിർദ്ദേശം വെച്ചിട്ടില്ല, ഇനി അത് അടഞ്ഞ അധ്യായമാണ്. മാനേജ്മെന്റ് എന്താ പറഞ്ഞതെന്ന് എനിക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ പത്രത്തിലെല്ലാം ഞാൻ മാനേജ്മെന്റിനെ ഒന്നും ഇടക്കിടക്ക് വിളിക്കാറില്ല, പറയാറുമില്ല. കാരണം ഈ കരാറെല്ലാം കഴിഞ്ഞ് അവർ പോയി, ഞങ്ങളുടെ പാട് അവരുടെ പാട് നിൽക്കുകയാണ്. അവരെന്തെങ്കിലും ഇനി അനോമാലി കാണിക്കുന്നുണ്ടെങ്കിൽ പരാതി തന്നാൽ അന്വേഷിക്കേണ്ട ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ അവിടെ എന്താ നടന്നത്? അവിടെ വന്നു മുഖ്യമന്ത്രി പറഞ്ഞു, അല്ല നിങ്ങൾ പ്രതിപക്ഷ നേതാവായിട്ട് ഞാനൊരു മീറ്റിംഗ് നടത്തിയിരുന്നു. പിന്നെ അതിനകത്ത് അവർ പറഞ്ഞത് നിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങൾ എന്തോ വെക്കാനുണ്ട്, ഫീസ് സംബന്ധിച്ച കാര്യത്തിൽ മാനേജ്മെൻറ്റിന് എന്തോ നിർദ്ദേശം വെക്കാനുണ്ട്, സ്കോളർഷിപ്പൊക്കെ ആയി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്തോ പറയാനുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നു. അത് കേൾക്കാനാണ് ഞാൻ വിളിച്ചത് നിങ്ങളെ. നിങ്ങളെ വിളിച്ചു വരുത്തുമെന്ന് ചോദിച്ചപ്പോൾ വിളിച്ചു, ആരോഗ്യമന്ത്രിയോട് പറഞ്ഞു, നിങ്ങളെ വിളിപ്പിച്ചു. അങ്ങനെയാണ് നിങ്ങൾ വന്നിട്ടുള്ളത്, എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധി ഉടനെ പറഞ്ഞു, സർ ഞങ്ങൾക്കൊരു നിർദ്ദേശവും വെക്കാൻ, ഞങ്ങൾ പത്രത്തിലൂടെ ഈ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്, ഫീസ് കുറക്കാനുള്ള നിർദ്ദേശമാണ് വെക്കുന്നത്. ഇനി താങ്കളാണ് വെക്കുന്നതെങ്കിലും ഞങ്ങൾ വെക്കുന്നില്ല. ആര് വെച്ചാലും ഞങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അത്രയധികം ഡിസ്കസ് ചെയ്തിട്ടാണ് ഈ ഫീസ്. ഇതിൽ തന്നെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല. അവരുടെ ഭാഗമാണ്, എൻ്റെ ഭാഗമല്ല, സർക്കാരിൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഫീസിനെ കുറിച്ചൊന്നും ഒരു നിർദ്ദേശവും വെക്കാനില്ല. മാത്രമല്ല ഫീസ് ഈ തീരുമാനത്തിൽ നിൽക്കണം, ഇതിൽ വർദ്ധിപ്പിക്കരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കുറക്കരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മറ്റൊന്നും വെക്കാനില്ല. മുഖ്യമന്ത്രി വളരെ കർക്കശത്തോടു കൂടി അവരോട് പെരുമാറിയോ? എനിക്ക് ആ വാക്കിന്റെ ഇത് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്കൊരു വാക്കേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ എല്ലാം പറഞ്ഞുറപ്പിച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്കൊന്നും വേണ്ട എന്നാണ്. അങ്ങനെ ഒരു പദപ്രയോഗം മുഖ്യമന്ത്രി അവിടെ നടത്തിയിട്ടില്ല. അത് ഏതെങ്കിലും മാനേജ്മെന്റ് പറയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആ യോഗത്തിൽ ഇരിക്കുന്നുണ്ട്, ആരോഗ്യവകുപ്പ് സെക്രട്ടറി ഇരിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ വാക്കുമാറില്ലെന്നോ, ഞങ്ങൾക്കൊരു വാക്കേ ഉള്ളൂ. ആകെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇതാണ്, നിങ്ങൾക്ക് എന്തോ നിർദ്ദേശം വെക്കാനുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പ്രതിപക്ഷ നേതാവുമായി സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആ നിർദ്ദേശം വെക്കുക, അത് കേൾക്കാനാണ് നിങ്ങളെ വിളിച്ചത്, വേറെ അജണ്ടയൊന്നുമില്ല, നിങ്ങളുടെ നിർദ്ദേശം എന്താണ്. അപ്പോൾ അവർ പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞു, ഞങ്ങൾ ഒരു നിർദ്ദേശവും വെക്കാൻ ആരോടും വാക്ക് കൊടുത്തിട്ടില്ല,
ഞങ്ങൾക്ക് ഫീസിൻ്റെ കാര്യത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഞങ്ങളത് കുറക്കാൻ തയ്യാറല്ല, ഞങ്ങൾക്ക് പറ്റില്ല അത് കുറക്കാൻ. ഫീസിന്റെ കാര്യത്തിൽ നിങ്ങളുമായി നേരത്തെ തന്നെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുള്ളതാണല്ലോ. അന്ന് കുറയ്ക്കാൻ സന്നദ്ധരാകാത്ത നിങ്ങൾ ഇപ്പോൾ കുറയ്ക്കാൻ സന്നദ്ധരാണോ എന്ന് മുഖ്യമന്ത്രി അവരോട് ചോദിച്ചു. അങ്ങനെ ഒരു പരാമർശമൊന്നും ഉണ്ടായിട്ടില്ല. ധാരണ ഉണ്ടാക്കിയിട്ടുള്ളതാണല്ലോ എന്ന് മുഖ്യമന്ത്രി പ്രത്യേകിച്ച് പറയേണ്ടല്ലോ. ധാരണ ഉണ്ടാക്കിയതാണല്ലോ. എഗ്രിമെന്റ് സൈൻ ചെയ്ത പേപ്പർ ഞങ്ങൾ എടുത്തിരിക്കുകയല്ലേ. അല്ല, മുഖ്യമന്ത്രി ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ഒരു പക്ഷേ സംസ്ഥാനത്തെ മെറിറ്റ് സീറ്റിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെങ്കിലും സ്കോളർഷിപ്പോടുകൂടി പഠിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം സ്കോളർഷിപ്പോടുകൂടി ഇനിയും പഠിക്കാൻ സാധ്യതയുണ്ട്. അത് മാനേജ്മെന്റ് സ്കോളർഷിപ്പ് ദരിദ്രരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാൻ തയ്യാറാണെന്ന് അവർ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ആ യോഗത്തിലും പറഞ്ഞിട്ടുണ്ട്. സ്കോളർഷിപ്പ് കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു വിരോധവുമില്ല. പരമദരിദ്രരായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ ഞങ്ങൾ സ്കോളർഷിപ്പ് കൊടുക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ചർച്ച പൊളിച്ചത് മുഖ്യമന്ത്രിയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പ്രതിപക്ഷം പിന്നെ വേറെന്താ ആരോപിക്കുക? മുഖ്യമന്ത്രി ചർച്ച പൊളിക്കുകയാണോ ചെയ്തത്? ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു കരാർ ഉണ്ടാക്കാനുള്ള ലീഡർഷിപ്പ് എടുക്കുകയാണോ ചെയ്തിട്ടുള്ളത്? ഏതാണ് നിങ്ങളെല്ലാം ഹൈലൈറ്റ് ചെയ്യേണ്ടത്? എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രതിപക്ഷത്തിന്റെ സമരം കൊണ്ട് അല്പമെങ്കിലും ഫീസ് ആശ്വാസം വിദ്യാർത്ഥികൾക്ക് കിട്ടുമായിരുന്നുവെങ്കിൽ അത് പ്രതിപക്ഷത്തിന്റെ ക്രെഡിറ്റിൽ പോകുമെന്ന ആശങ്ക സർക്കാർ. പ്രതിപക്ഷത്തിന്റെ ക്രെഡിറ്റ് അല്ല, പ്രതിപക്ഷത്തിന്റെ ഡിസ്ക്രെഡിറ്റ് ആണ്. പ്രതിപക്ഷം നേരത്തെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ചെയ്തതും ഇന്നുണ്ടായിട്ടുള്ളതുമായിട്ട് താരതമ്യം ചെയ്യാണ് വേണ്ടത്. ഈ ഫീസ് വർധനവും മുഴുവൻ ഈ സ്വാശ്രയ കോളേജ് അനുവദിക്കുന്നതിൽ അവർ കാണിച്ചിട്ടുള്ള ഉത്കണ്ഠ ഞങ്ങളല്ല. ഇത്രയധികം സ്വാശ്രയ കോളേജുകൾ, കൂണുകൾ പോലെ നഴ്സിംഗ് കോളേജുകൾ. ആരോഗ്യ സർവകലാശാല പുതിയ സ്വാശ്രയ കോളേജുകൾ ക്ഷണിച്ചിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ആരോഗ്യ സർവകലാശാല നോട്ടിഫിക്കേഷൻ ഇറക്കണം. അത് സ്വാശ്രയ കോളേജിന് മാത്രമല്ല, നോട്ടിഫിക്കേഷൻ എടുത്തിട്ട് നോക്കൂ. അതിനകത്ത് പുതിയ കോഴ്സിന് അപേക്ഷ ക്ഷണിക്കാൻ വർഷാവർഷങ്ങളായിട്ട് അവർ ഇറക്കുന്ന സർക്കുലറാണ്. പുതിയ സ്വാശ്രയ കോളേജ് ഇല്ല, ഈ വർഷം അനുവദിക്കില്ലെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ NOC കൊടുക്കണ്ടേ? അല്ല, ഈ വർഷമല്ല, ഈ LDF സർക്കാരിന്റെ കാലത്തുണ്ടാകുന്നു. ഞാൻ പിന്നെ 5ാമത്തെ വർഷത്തെ കാര്യം പറയുന്നില്ല. പക്ഷേ സ്വാശ്രയ കോളേജുകൾ ഇനി അധികം വേണ്ട എന്നുള്ള സമീപനത്തിൽ തന്നെയാണ് ഈ ഗവൺമെന്റ് നിൽക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് കൂടി അന്നത്തെ ചർച്ചയിൽ ആരോഗ്യമന്ത്രിയെ മുഖ്യമന്ത്രി ഭള്ളു പറഞ്ഞു എന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത്. എന്തോ ഒരു വൃത്തികെട്ട സമീപനമാണ് സ്വീകരിക്കുന്നത്. എന്നെ എന്തിനാണ് വഴക്ക് പറഞ്ഞത് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ശരിയല്ലാത്തത് ചെയ്താൽ മുഖ്യമന്ത്രിക്ക് ചിലപ്പോൾ ശാസിക്കാനുള്ള അധികാരമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ഞങ്ങളെല്ലാവരെയും ഞങ്ങൾ അങ്ങനെയാണല്ലോ ഒരു ക്യാബിനറ്റായിട്ട് നിൽക്കുന്നത്. പരസ്പരവും ഞങ്ങൾക്ക് ശകാരിക്കാനുള്ള അനുവാദമുണ്ട്, അഭിനന്ദിക്കാനുള്ള അധികാരമുണ്ട്, ഒക്കെയുണ്ട്. അതൊക്കെ ചേർന്നിട്ടാണല്ലോ ഒരു ക്യാബിനറ്റ് പോകുന്നത്. ഇത്രയും ശരിയായ തീരുമാനം മുഖ്യമന്ത്രിയുടെ കൂടെ ഇരുന്ന് കൈക്കൊള്ളുന്നതിൽ ഒരു ചെറിയ പങ്ക് വഹിക്കുക കൂടി ചെയ്തിട്ടുള്ള എന്നെ ശകാരിക്കേണ്ട ഒരു സാധ്യത ഇവിടെ എവിടെയില്ല. ഒരു ആവശ്യമില്ലാണ്ട് ഒരാൾ ശകാരിക്കും ആരെങ്കിലും? എന്നെ മുഖ്യമന്ത്രി യാതൊരു തരത്തിലും ഫീസ് കുറയ്ക്കാൻ ശൈലജ ടീച്ചർ ഇടപെട്ട് ഒരു ശ്രമം നടത്തുകയും അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കൊടുക്കാൻ അത് ആത്യന്തികമായി പ്രതിപക്ഷത്തിന്റെ സമരം വിജയിച്ചു എന്ന തോന്നൽ ഉണ്ടാക്കുകയും ചെയ്താൽ മുഖ്യമന്ത്രിക്ക് ശകാരിക്കാം. ആരാ പറഞ്ഞത് ഞാൻ അങ്ങനെ ഒരു ശ്രമം നടത്തി? ഞാൻ ഒപ്പിട്ട കരാറല്ലേ ഇത്? ഞാൻ അന്ന് ഈ മാനേജ്മെന്റിനോട് മുഖ്യമന്ത്രിയുടെ കൂടെ നിന്നിട്ട് ഒരു 10,000 ഉറുപ്പിയെങ്കിലും ഇതിനകത്ത് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എത്ര നേരം ശടിച്ചു ബാധിച്ചിട്ടുന്നിട്ട് നിങ്ങൾ ഭയങ്കര കർക്കശമായിട്ട് ഞങ്ങളോട് ഇടപെടുന്നു എന്നെല്ലാം മാനേജ്മെൻറ്റ് കുറ്റപ്പെടുത്തുന്നിടത്തേക്ക് എത്തുകയും വാശിയോടെ പിടിച്ചു നിൽക്കുകയും അന്ന് ജനമാധ്യമങ്ങളെങ്കിലും എഴുതിയിരുന്നു സർക്കാരിൻ്റെ കർശനമായിട്ടുള്ള നിലപാടിലൂടെയാണ് ഈ കരാർ സാധിച്ചെടുത്തതെന്ന് ചിലരൊക്കെ എഴുതിയിരുന്നു കേട്ടോ. അത് മറന്നുപോയി ഇപ്പോൾ. ചിലപ്പോൾ എന്നെ ശകാരിക്കാനുള്ള ഒരു ഘടകമില്ല, ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ. പക്ഷേ ഒരു സ്വപ്നത്തിൽ പോലും കാണാത്തൊരു കാര്യമാണ് ശകാരിച്ചു എന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി തന്നെ അസംബ്ലിയിൽ പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞു എന്നൊക്കെ മാധ്യമങ്ങളിലൊക്കെ പറഞ്ഞു. ഇവിടെയും നിങ്ങൾ പറയുന്നുണ്ട്. അത് ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല. സാധാരണഗതിയിൽ പൊതുവെ പിണറായി വിജയൻ കർക്കശക്കാരനായ ആളായി അറിയപ്പെടുന്ന ആളാണ്, ക്യാബിനറ്റിൻ്റെ ലീഡറാണ്. അദ്ദേഹം മന്ത്രിമാരെ തിരുത്താറും ശകാരിക്കാറും ഒക്കെ ഉണ്ടോ? അല്ല, ഇതൊരു തിരുത്താറെന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്താൽ അദ്ദേഹം മാത്രമല്ല, ഞങ്ങൾ പരസ്പരം തിരുത്തില്ലേ? ഏതെങ്കിലും ഒരു മന്ത്രിയുടെ എൻ്റെ അടുത്തൊരു വീഴ്ച വന്നു, എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന ഒരു സഹപ്രവർത്തക ശൈലജ ടീച്ചറെ നിങ്ങൾ ആ ചെയ്ത് ശരിയല്ല, അതിങ്ങനെയായിരുന്നു വേണ്ടത് എന്ന് പറയണ്ടേ? അതിൻ്റെ പേരെന്താ? ശകാരിക്കുന്നു എന്നാ? ഞാനത് മനസ്സിലാക്കിയിട്ടില്ല. ഞാനിപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ഒരാളാണ് എന്ന് പറയാൻ എനിക്ക് പറ്റുമോ? എന്തെങ്കിലും തെറ്റല്ല, നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച വന്നു, അങ്ങനെയല്ല, ഇതായിരുന്നു കുറച്ചും കൂടി ബെറ്റർ എന്നൊരു തോന്നൽ ഒരാൾക്കുണ്ടായി. അപ്പോൾ എന്നെ വിളിച്ചിട്ട് മിനിസ്റ്ററെ അത് നിങ്ങൾ അങ്ങനെ ആയിരുന്നില്ലേ നല്ലത്, നിങ്ങൾ എന്തേ ശ്രദ്ധിച്ചില്ല എന്ന് എന്നോട് പറഞ്ഞു. നിങ്ങളിപ്പോൾ എന്നെ ക്രോസ് വിസ്താരം ചെയ്തല്ലോ അഭിലാഷ്, ഏതാ ശരിയും തെളിയിക്കുക. അതുകൊണ്ട് എന്താ എനിക്ക് എൻ്റെ സ്റ്റാൻഡ് വ്യക്തമായിട്ട് പറയാൻ സാധിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അവിടെയും ഒരു വീഴ്ച വന്നിട്ടുണ്ട്, എനിക്ക് സമ്മതിക്കേണ്ടതായിട്ട് വരും. ഇനി വീഴ്ച ഇല്ല എന്ന് വെക്കുക, മുഖ്യമന്ത്രി ഏകാധിപതിയെ പോലെ പെരുമാറാറുണ്ടോ? എനിക്ക് 4 മാസം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട്. 4 മാസമാണ് പിണറായി വിജയൻ ഞങ്ങളുടെ മുഖ്യമന്ത്രിയായത്. അതിനു മുമ്പ് ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിയാണ്. ഈ 4 മാസക്കാലത്തിനിടയിൽ എൻ്റെ വകുപ്പിനകത്ത് വളരെ നല്ല ഒരുപാട് കാര്യങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ആരോഗ്യ വകുപ്പിൽ കുത്തഴിഞ്ഞ് കിടക്കുന്ന ആരോഗ്യ മേഖല എന്തായിരുന്നു കേരളത്തിൻ്റെ ആരോഗ്യ മേഖല? 140 MLA മാരും വന്നിട്ട് എന്നോട് പറയുന്നത് ആശുപത്രിയിൽ ഒരു ഡോക്ടർ പോലും ഇല്ലാഞ്ഞിട്ട്
ചികിത്സ മുടങ്ങിയിരിക്കുന്നു, അവിടെ അതൊക്കെ കേൾക്ക് ഞാൻ പറയട്ടെ, പൂട്ടിയിരിക്കുന്നു, പിന്നെ ആവശ്യത്തിന് മരുന്നില്ല. ഈ 4 മാസം കൊണ്ട് ഞങ്ങൾ 726 പുതിയ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തില്ല ആരോഗ്യ മേഖലയിൽ മാത്രം. മുഖ്യമന്ത്രിയിലേക്ക് വലിയ അധികാര കേന്ദ്രീകരണമുള്ള ഒരു സംവിധാനമാണോ ഇപ്പോൾ? എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ വകുപ്പ്, ആരോഗ്യ വകുപ്പ്, സാമൂഹ്യനീതി വകുപ്പ്, അതിന് മേലെ പൊല്യൂഷൻ കൺട്രോൾ, ഭക്ഷ്യസുരക്ഷ എല്ലാം കൂടി ഞാൻ കൈകാര്യം ചെയ്യുകയാണ്. ആ വകുപ്പ് മുഴുവൻ മുഖ്യമന്ത്രി ഏറ്റെടുത്തിട്ടൊന്നുമില്ലല്ലോ. എങ്ങനെയാണ് മുഖ്യമന്ത്രിയിലേക്ക് അധികാരം? ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഞങ്ങളോട് പറയുന്നത് 5 വർഷം കൊണ്ട് നല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്ന പുതിയ പ്രോജക്റ്റുകൾ നിങ്ങൾ ഉണ്ടാക്കണം. അതൊരു മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടേണ്ട നിർദ്ദേശം തന്നെയാണ്. നിങ്ങൾ ഉണ്ടാക്കണം. ഞങ്ങൾ പുതിയ പ്രോജക്റ്റുകൾ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ അടുത്ത് നിന്ന് ചർച്ച ചെയ്യാറുണ്ട്. CPIM മന്ത്രിമാരെക്കുറിച്ച് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന വിവാദം സ്വന്തം വകുപ്പുകളിൽ സ്വന്തക്കാരെയും ബന്ധുക്കളെയും തിരികെ കയറ്റുന്നു എന്നുള്ളതാണ്. അത് വളരെ ഗുരുതരമായ ആക്ഷേപമല്ലേ? അഴിമതി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇല്ല, ഞാൻ ഇതിൻ്റെ ഒരു ഡിസ്കഷനിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിൽ ഒരു കാര്യം കണ്ടത്, ഞങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ നല്ലോണം പഠിച്ച് നല്ല ബിരുദമൊക്കെ നേടി പിന്നെ നല്ല റാങ്കിലൊക്കെ വന്ന് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പ്രവേശിക്കുമ്പോൾ നമുക്ക് കുട്ടികളോട് ഞങ്ങൾ മന്ത്രി ആയതുകൊണ്ട് നീ അവിടെയൊന്നും പോയിട്ട് ചേരരുതെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അതെ, ഞാൻ അതിലേക്കാണ് വരുന്നത്. അപ്പോൾ പൊതുവേ ഞങ്ങൾ എടുക്കുന്ന ഒരു സമീപനമുണ്ട്. ഇത്തരം സർക്കാർ സംവിധാനങ്ങളിൽ നമ്മുടെ റിലേറ്റീവ്സിനെ ഉൾക്കൊള്ളിക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പൊതുജനം കാണുക, അവർക്ക് സ്വാധീനമുള്ളതുകൊണ്ട് അവരുടെ ആളുകളെയെല്ലാം അവിടെയെല്ലാം എടുത്തു വെച്ചിരിക്കുന്നു. ഞങ്ങളെ പരിഗണിച്ചില്ല. അതിന് പകരം സുതാര്യമായിട്ടുള്ള പ്രവേശന രീതി സ്വീകരിക്കുന്നത് തന്നെയാണ് ഏറ്റവും ശരി. അപ്പോൾ ഇതിൽ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഉടനെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, പിന്നെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, ഞാനതിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. അത് പിന്നെ ഒഴിവാവുകയും ചെയ്തു. അത്രയല്ലാണ്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. അത് ഞങ്ങൾക്കൊരു നിർദ്ദേശം തന്നെ ഉണ്ട്, ഇങ്ങനെ ഇത്തരത്തിലുള്ള ആളുകളെ പിന്നെ പരിഗണിക്കുമ്പോൾ ഈ ഒരു വിമർശനം ഉണ്ടാവാനുണ്ട്, ശ്രദ്ധിക്കണം. പാർട്ടി പ്രവർത്തകർക്ക് ഇക്കാര്യത്തിൽ വ്യാപകമായ ആക്ഷേപമില്ലേ, രോഷമില്ലേ? ഇല്ല, അത് ഒഴിവാക്കിയല്ലോ അവർ. അത് പക്ഷേ ഒറ്റ ഒരു ഉദാഹരണം മാത്രമാണോ? ഒരു KSEയുടെ MD സ്ഥാനം എന്ന ഒരു കാര്യത്തിൽ മാത്രമേ ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒന്നിൻ്റെയും മെറിറ്റ് ഞാൻ പരിശോധിക്കുന്നില്ല, പക്ഷേ പത്രങ്ങളിലെല്ലാം വരുന്ന വാർത്തകളിൽ പലതിൻ്റെയും മെറിറ്റ് പരിശോധിക്കണം. എങ്ങനെ വന്നു, എവിടെ വന്നു, അത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒന്നും പരിശോധിക്കുന്നില്ല. നിങ്ങൾ ഈ പറഞ്ഞ കാര്യവും ഭാവിയിൽ എങ്ങനെ വന്നു എന്നൊക്കെ പരിശോധിക്കുമായിരിക്കും. അപ്പോൾ അതിന് മെറിറ്റ് ഉണ്ടെങ്കിൽ അത് അംഗീകരിക്കപ്പെടും, മെറിറ്റ് ഇല്ലെങ്കിൽ അത് ഒഴിവാക്കപ്പെടും. അങ്ങനെയാണ് സാധാരണ വരിക. അപ്പോൾ ഈ പറയുന്ന ഓരോ കാര്യവും നിങ്ങളൊരു അന്വേഷണം നടത്തിക്കോ. ഒരു ലീഡറുടെ മകനായതുകൊണ്ട് അല്ലെങ്കിൽ മകളായതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട പൊസിഷനിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമ്മുടെ റിലേറ്റീവ്സ് ആയിട്ടുള്ള ആളുകളെ പരമാവധി ഇനി അവർക്ക് കഴിവുണ്ടായാലും വരാം നിയമപരമായിട്ട്, പക്ഷേ അത് ഒഴിവാക്കി നിർത്തിയാൽ ഈ പ്രശ്നമൊന്നും വരാനില്ല. അല്ല, ഈ കാര്യത്തിൽ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് തന്നെ അക്കാര്യത്തിൽ ഒരു ജാഗ്രത ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകിയിരുന്നു. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ വരുന്ന ദല്ലാളുമാരെക്കുറിച്ച് അദ്ദേഹം സൂചന നൽകിയിരുന്നു. പക്ഷേ അതിനൊക്കെ ശേഷവും സർക്കാർ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായത് ജാഗ്രത കുറവല്ലേ? അല്ല, ഒരു വിമർശനപരമായിട്ടൊരു കാര്യം ഉണ്ടായപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടില്ലേ? അതിലപ്പുറം ഞാനെന്താ ഇനി പറയേണ്ടത്? അതിനെല്ലാം പിന്നെ ഞങ്ങൾ അതിലെന്തെങ്കിലും ചിലപ്പോൾ ന്യായം കണ്ടേക്കാം, പക്ഷെ ആ ന്യായം കണ്ടെത്തിയിട്ട് അത് ആർഗ്യൂ ചെയ്ത് അംഗീകരിക്കാനൊന്നും മുഖ്യമന്ത്രി പോയിട്ടില്ലല്ലോ. ഇല്ല, അത് മുഖ്യമന്ത്രിയുടെ തീരുമാനമായിരുന്നോ? ഞങ്ങൾ പൊതുവായിട്ടല്ലേ ആ തീരുമാനത്തെ എടുക്കുക. മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് ഞങ്ങളുടെ ആരെയും തീരുമാനം അല്ലെങ്കിൽ ഞങ്ങളത് ബന്ധപ്പെട്ടെടുത്ത് പറയാൻ കഴിയുന്നിടത്ത് അത് പറയുമല്ലോ. മുഖ്യമന്ത്രി ഒരു തീരുമാനം പറഞ്ഞാൽ അത് ഞങ്ങളുടെ പൊതുവായിട്ട് തീരുമാനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. ആരോഗ്യവകുപ്പിലെ നിയമനങ്ങളിൽ ഈ രാഷ്ട്രീയ ഇടപെടൽ ഇല്ലാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുന്നുണ്ടോ? ഞങ്ങൾ ആരോഗ്യ വകുപ്പിൽ മാത്രമല്ല എല്ലാ വകുപ്പിലും ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. വ്യക്തിപരമായി പറഞ്ഞാൽ ഞാൻ പരമാവധി ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒറ്റ കാര്യം കൂടി, പത്രങ്ങളിൽ വന്ന ഒരു വാർത്തയാണ്, ക്യാബിനറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രിയെ സംബോധന ചെയ്ത വിഷയത്തിൽ മുഖ്യമന്ത്രി എതിരഭിപ്രായം പറയുകയും ശൈലജ ടീച്ചർ തിരുത്തുകയും ചെയ്തുവെന്ന്. വാസ്തവമുണ്ടോ? എന്തോ ഒരു എങ്ങനെയാണ് ഇങ്ങനെ ആകാശത്ത് നിന്ന് സൃഷ്ടിക്കുന്നത്? നമ്മൾ സാധാരണ പറയാറുണ്ട് തീയില്ലാതെ പുകയുണ്ടാവില്ല എന്ന്. എങ്ങനെയാണ് സൃഷ്ടിക്കാൻ കഴിയുന്നതല്ല. ഞാനും മുഖ്യമന്ത്രി ഒരു നാട്ടിൽ ജനിച്ചു വളർന്നവരാ, മനസ്സിലായില്ലേ? കണ്ണൂരാണ് ഞങ്ങൾ. കണ്ണൂരുണ്ടാകുമ്പം ഞങ്ങൾ ചിലപ്പോൾ സഖാവേ എന്ന് വിളിക്കും, ചിലപ്പോൾ പരസ്പരം പ്രായത്തിന് കുറച്ച് മൂത്തവരെ ഏട്ടാ എന്ന് വിളിക്കും. അത് മുഖ്യമന്ത്രി മാത്രമല്ല, മറ്റുള്ള സഹാക്കളെല്ലാം പരസ്പരം വിളിക്കുന്ന. ഇപ്പം എന്നെ സഖാവേ എന്ന് വിളിക്കുന്നവരുണ്ട്, ശൈലേജി എന്ന് വിളിക്കുന്നവരുണ്ട്, ഒക്കെയുണ്ട്. അതൊന്നും ഒരു ചർച്ചാ വിഷയമല്ല ഇവിടെ. പക്ഷേ ക്യാബിനറ്റ് യോഗത്തിൽ ഇവിടെ എവിടെയാണ് അവസരം വിളിക്കാനും ശകാരിക്കാനും? ക്യാബിനറ്റ് യോഗത്തിൽ ഞങ്ങളെല്ലാം ചെന്നിരുന്നു. മുഖ്യമന്ത്രി ആ സമയത്ത് കൃത്യസമയത്ത് മുഖ്യമന്ത്രി വരും. അപ്പോഴേക്കും ഞങ്ങളെല്ലാം റെഡി ആയിരുന്നിട്ടുണ്ടാവും. വന്ന ഉടനെ തന്നെ അജണ്ട എടുത്ത്, വേറൊന്നുമില്ല, അതല്ലേ ക്യാബിനറ്റ് യോഗം. അവിടെ മാധ്യമങ്ങളില്ല, അവർ മറ്റാരും ഇല്ല. അവിടെ ഞങ്ങൾ ഉടനെ തന്നെ ഒന്നാമത്തെ അജണ്ട ഇന്നത്. അതിനകത്ത് എന്താ ഞങ്ങൾ സാധാരണഗതിയിൽ ഇത്ര ഒഫീഷ്യൽ മീറ്റിങ്ങിലെല്ലാം കാണിക്കുന്ന ഒരു രീതിയുണ്ട്. അത് ഞങ്ങൾക്ക് വിളിക്കണമെങ്കിൽ തന്നെ നേരത്തെ നാട്ടിലിപ്പം എൻ്റെ അച്ഛനോ അല്ലെങ്കിൽ എൻ്റെ അമ്മാവനോ ആയിരിക്കും പിന്നെ മുഖ്യമന്ത്രി. അവിടെ എന്നിട്ട് അമ്മാവാന്ന് വിളിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ?
നിങ്ങൾ ആലോചിക്കുക, എൻ്റെ അമ്മാവനാണ് മുഖ്യമന്ത്രി. ആ യോഗത്തിൽ ഇരുന്നിട്ട് അമ്മാവാ ഇതൊന്ന് നോക്കുമെന്ന് പറയാൻ പറ്റുമോ? അത്രമാത്രം ധാരണയില്ലാത്ത ഒരാളാണ് ഞാനെന്ന് കരുതുന്നുണ്ടോ? ഒരു രസകരമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ സത്യത്തിൻ്റെ എന്തെങ്കിലും കൊലബന്ധമുള്ളത് ഉണ്ടാക്കണ്ടേ? അല്ല, അത് പറഞ്ഞുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. മുഖ്യമന്ത്രി ഇനി അഥവാ ഞാനങ്ങനെ വിളിച്ചു പോയി, അങ്ങനെ വിളിച്ചാൽ അതിന് ശകാരിക്കുന്ന ആളുമല്ല മുഖ്യമന്ത്രി. ഞങ്ങളാരും വിളിച്ചിട്ടില്ല. ഞാനല്ല, മേഴ്സിയുണ്ട് അവിടെ, കേട്ടില്ലേ? ഞങ്ങൾ രണ്ടുപേരും രണ്ട് വനിതാ മന്ത്രിമാരെന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. മേഴ്സി ചോദിച്ചു ഒരു ഇൻ്റർവ്യൂവിൽ, എന്താ അങ്ങനെ വിളിക്കരുതോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ അങ്ങനെ വിളിച്ചുകൂടാന്നൊന്നുമില്ല, പക്ഷെ അങ്ങനെ വിളിച്ചിട്ടുമില്ല, അതിനിങ്ങനൊരു മറുപടി ഉണ്ടായിട്ടുമില്ല. വളരെ നന്ദി ഇത്രയും അധികം സമയം സംസാരിച്ചതിന് ശൈലജ ടീച്ചർ. താങ്ക് യു.